ചെറിയ ഗ്രാമത്തിൽ ഒരു മരവെട്ടുകാരൻ താമസിച്ചിരുന്നു. അവൻ ദരിദ്രനായിരുന്നു. എങ്കിലും അവൻ ഒരു സത്യസന്ധനായിരുന്നു. അവൻ ദിവസവും മരം വെട്ടുവാൻ കാട്ടിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം മരത്തിന്റെ കൊമ്പ് വെട്ടുവാൻ വേണ്ടി ഒരു മരത്തിലേക്ക് അവൻ കയറി. ആ മരം ഒരു നദിയുടെ തീരത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ മരത്തിന്റെ കൊമ്പ് നദിയിൽ വെള്ളം പോകുന്ന ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കോടാലി പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. എന്റെ ദൈവമേ, എന്റെ കോടാലി വെള്ളത്തിൽ വീണല്ലോ. ഈ നദിക്ക് നല്ല ആഴമുണ്ട്. എന്റെ കോടാലി തിരിച്ചു കിട്ടത്തില്ല. ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്റെ കുടുംബത്തിനെ ഞാൻ എങ്ങനെ നോക്കും? എന്റെ ദൈവമേ. മരവെട്ടുകാരൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ വെള്ളത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആ നദിയിൽ നിന്നും ഒരു ദേവത പുറത്തേക്ക് വന്നു. നിങ്ങൾ ആരാ? ഞാൻ ഈ നദിയുടെ ദേവതയാണ്. നീ കരയുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നതാണ്. നീ എന്തിനാ കരയുന്നത്? ഞാനൊരു മരവെട്ടുകാരനാണ്. എന്റെ കോടാലി വെള്ളത്തിൽ വീണുപോയി. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനത് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ ദേവത നദിയുടെ അകത്തേക്ക് പോയി ഒരു വലിയ കോടാലിയുമായി പുറത്തേക്ക് വന്നു. ഇതാണോ നിന്റെ കോടാലി? മരവെട്ടുകാരൻ അല്പനേരം ആലോചിച്ചു. ഈ വലിയ കോടാലി വിറ്റാൽ തന്റെ കുടുംബത്തിന്റെ കഷ്ടമെല്ലാം തീരുമെന്ന് അയാൾ ആലോചിച്ചു. പക്ഷേ അത് അയാളുടെ കോടാലിയല്ല. ഇതല്ല, എന്റെ കോടാലിക്ക് മരത്തിന്റെ കൈപ്പിടിയാ. എങ്കിൽ ഞാൻ അത് കൊണ്ടുവന്ന് തരാം. വീണ്ടും ദേവത നദിയുടെ അടിയിലേക്ക് പോയി വേറൊരു കോടാലിയുമായി പുറത്തേക്ക് വന്നു. ഇതാണോ നിന്റെ കോടാലി? ഇതും അല്ല, ഇത് സ്വർണ്ണ കോടാലിയാ. ഇത് എന്റെ കോടാലിയെക്കാട്ടിലും വില കൂടുതലാ. ശരി, ഞാൻ നിനക്ക് വേണ്ടി വീണ്ടും നദിയിൽ ചെന്ന് നോക്കാം. ഈ പ്രാവശ്യം നദിയുടെ അടിയിലേക്ക് പോയ ദേവത മരവെട്ടുകാരന്റെ കോടാലിയുമായി പുറത്തേക്ക് വന്നു. ഇതാണ് എന്റെ കോടാലി. ഇതിലെനിക്ക് ഒരു സംശയവും ഇല്ല. വളരെ സന്തോഷമുണ്ട്. എന്റെ കോടാലി എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇത് നിന്റെ കോടാലിയാ? എങ്കിലും ഈ 2 കോടാലിയും നിനക്ക് കൊണ്ടുപോകാം. ഇതെന്റെ സമ്മാനമായിട്ട് നിനക്ക് നിന്റെ ഒപ്പം കൊണ്ടു ചെല്ലാം. കാരണം നീ ഒരു സത്യസന്ധനാണ്. വളരെ നന്ദി. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അന്ന് രാത്രി ആ മരവെട്ടുകാരൻ ആ 3 കോടാലിയുമായി വീട്ടിലേക്ക് തിരിച്ചു ചെന്നു. ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ്. എന്റെ കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർക്കും. സ്നേഹം നിറഞ്ഞ കുട്ടികളെ, ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ കാര്യത്തിലും സത്യസന്ധമായി നമ്മൾ പ്രവർത്തിക്കണം. കൂടെ കളിക്കാൻ വരുമോ? ഞാനില്ല, എനിക്ക് കുറെ പണിയുണ്ട്. വാ, നമുക്ക് 2 പേർക്കും ചേർന്ന് പാടാം. ഇല്ല, ഞാനില്ല. കാരണം എനിക്ക് കുറെ ജോലിയുണ്ട്. ഓ, ജോലി ജോലി ജോലി. നീ എപ്പോ നോക്കിയാലും അത് തന്നെ